കൊടൈക്കനാലിലെത്തി രണ്ടാം ദിവസമാണ് ഞങ്ങൾ ഗുണ കേവ് കാണുന്നതിനായിട്ട് പുറപ്പെട്ടത്. ഗുണ കേവിലേക്ക് പോകുന്ന വഴിയിലുള്ള പില്ലർ റോക്കിലേക്കുള്ള യാത്രാമധ്യേ കാണുന്ന തിക്കും തിരക്കുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ ഒരുപാട് ഇങ്ങനെ വളരെയധികം സമയമെടുത്താണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പില്ലർ റോക്കിനടുത്തായിട്ട് കണ്ട ഒരു ചെറിയ ഷോപ്പാണിത്. കുട്ടികൾക്കുള്ള കളിപ്പാട്ടവും വലിയ ആൾക്കാർക്കുള്ള ഫാൻസി ഐറ്റമൊക്കെ ഇവിടെ നിന്നും നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഒരു മലയാളി നടത്തുന്ന കടയാണിത്. അതിനടുത്തായിട്ട് ഒരു ചേച്ചി ഇവിടെ ചോക്ലേറ്റൊക്കെ വിൽക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ നിർമ്മിച്ച നട്ട്സൊക്കെ ആഡ് ചെയ്ത അടിപൊളി ചോക്ലേറ്റിനൊക്കെ, അതായത് ഫസ്റ്റ് ക്വാളിറ്റി ചോക്ലേറ്റിനൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വാങ്ങുമ്പോൾ ക്വാണ്ടിറ്റിയിൽ യാതൊരുവിധ കുറവും കാണിക്കാതെ നല്ല രീതിയിൽ തന്നെ അളവ് തികച്ച് നമുക്കിവിടെ നിന്നും വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഒരുപാട് നമുക്ക് തന്നു. അതിനുശേഷം അവിടെ നിന്നും നേരെ പില്ലർ റോക്ക് കാണുന്നതിനായിട്ട് ഞാൻ മുൻപോട്ട് നടന്നു. ഈ കാണുന്നതാണ് പില്ലർ റോക്ക്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ 15-20 മിനിറ്റ് കഴിയുന്തോറും കോട വന്ന് ഈ മലനിരകളെ അങ്ങ് മൂടിപ്പോകുന്ന ഒരു കാഴ്ചയാണ്. നോക്കി നിൽക്കുമ്പോൾ തന്നെ കോട വന്ന് മൊത്തത്തിൽ ഇങ്ങനെ മൂടി അങ്ങ് മറച്ചു കളയുന്ന ഒരവസ്ഥയാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഡിസംബർ ജനുവരി മാസത്തിലാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നത്. തികച്ചും അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാനായിട്ട് സാധിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് മൂടൽ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. നേരത്തെ അവിടെ നിന്ന പില്ലർ റോക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 10-15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക്, അതായത് മഞ്ഞൊക്കെ മാറി നമുക്ക് പില്ലർ റോക്ക് വിസിബിൾ ആകുന്ന രീതിയിലേക്ക് തിരിച്ചു വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷമാണ് ഗുണ കേവിലേക്കുള്ള യാത്ര. കുറച്ചു നേരം കൂടി ഇവിടെ ചിലവഴിച്ചതിന് ശേഷം ഗുണ കേവിലേക്ക് പോകുന്നതിനായിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്.